എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Six of Wands, King of Pentacles, Three of Pentacles, Empress energy, Seven of Swords, Ace of Pentacles. ആദ്യം തന്നെ 6 of Wands and 7 of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊത്തിരി സാധ്യത നൽകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സക്സസ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയും കോൺഫിഡൻസ് ഇല്ലായ്മ മാറ്റി വയ്ക്കാം. നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായി തീരാനുള്ള ചാൻസസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബാഡ് ആസ് സക്സസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതേപോലെ ലീഡർഷിപ്പ് സിറ്റുവേഷൻ കാണിക്കുന്നത്, അതായത് അങ്ങനെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. വിക്ടറി, സക്സസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് മറ്റ് ഒരു പബ്ലിക് അറ്റൻഷൻ ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മറ്റുള്ളവർ 4 പേരാൽ അറിയുന്നു, എന്നാൽ അതായത് നിങ്ങളുടെ മുഖം കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, പക്ഷെ 4 പേരാൽ അറിയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതും വെറുതെ അവിടെ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, പക്ഷെ 4 പേര് അറിയുന്ന ഒരു ഫെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫേമസ് ആവുന്ന ഒരു എനർജി എന്ന് തന്നെ പറയാം. അപ്പോൾ ലൈം ലൈറ്റിലേക്ക് വരുന്ന സിറ്റുവേഷൻ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മാജിക്ക് നിങ്ങൾക്കുണ്ട്. ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക കഴിവുകളോ അല്ലെങ്കിൽ മാജിക് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ നേടാനോ ഒക്കെ പറ്റിയൊരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പുറകിൽ നിന്ന് ചതിക്കുകയോ അല്ലെങ്കിൽ ചതി വഞ്ചന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം നിങ്ങളെ ഒത്തിരി അലട്ടുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. അപ്പോൾ കാരണം നിങ്ങളാണ് ഇവിടെ, മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരായിട്ട് എന്തോ പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ചിന്ത വളരെ കൂടുതലാണ്. കാരണം അതിനൊരു കാര്യം സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം ഇതിനു മുമ്പ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്നായിട്ട് ആക്ട് ചെയ്ത് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. പ്രത്യേകിച്ച് വർക്ക് സിറ്റുവേഷനിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അത് ചെയ്യുന്നത് മാത്രമല്ല, മറ്റുള്ളവരത് നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് മേലധികാരികൾ അത് നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, അത് ജോലി സിറ്റുവേഷൻ മാത്രമല്ല, ഇപ്പോൾ ലൈഫിലും ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രോഗ്രസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില ചോയ്സസ് എടുക്കാൻ പറ്റിയൊരു സമയം, അതായത് കംഫർട്ട് സോണിൽ നിൽക്കണോ അതോ പുതിയ സാഹസങ്ങൾ തേടി മുന്നോട്ടേക്ക് പോകണോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നൊരു സമയമാണ്. പിന്നെ സ്വപ്നം കാണാൻ, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഇതൊന്നും വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത സൈഡിൽ എവിടെയോ മനസ്സിൻ്റെ കോർണറിലുണ്ടെങ്കിൽ കൂടി അതിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. യു ക്യാൻ ഡ്രീം ഇറ്റ് ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് ലിവിങ് ദ ലൈഫ്. ആഗ്രഹിച്ച സ്വപ്നം കാണുക, ആ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്കുള്ള കാണുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. ദിവാസ്വപ്നം കണ്ടിട്ടിരിക്കുകയല്ല വേണ്ടത്. ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും ജോലി സംബന്ധമായിട്ട് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വഴി സാമ്പത്തിക നേട്ടവും കാണിക്കുന്നുണ്ട്. പിന്നെ
കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എംപ്രസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ്. അപ്പോൾ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയില്ല, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആണ് തീർച്ചയായിട്ടും, പ്രതീക്ഷിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ. ഒന്നുകിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആ ഒരു സിറ്റുവേഷൻ ആവാം. ഒരു വളരെ ഒരു പോസിറ്റീവ് എനർജി കാണിക്കുന്നുണ്ട്. ഒരു ഒത്തിരി തീരെ അല്ലെങ്കിൽ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒത്തിരി ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സമയമാണ്. അല്ലെങ്കിൽ അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് കുട്ടികളുടെ ഏജ് ഗ്യാപ്പ് വളരെ ഒത്തിരി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. പുതിയൊരു ബ്ലെസ്സിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത് എല്ലാ അർത്ഥത്തിലും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പുതിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. പുതിയൊരു ജീവിതം തന്നെ പിറവിയെടുക്കുന്ന സമയമാണ് എന്നുള്ളത് പറയാം. പുതിയൊരു ജീവനും നിങ്ങൾ പിറവി കൊടുക്കുന്നു എന്നുള്ള രീതിയിലും സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലൊരു പുതിയ ജീവിതം, പുതിയ തുടക്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ ഈവൻ ഇഫ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾ സൈഡായിട്ട് എന്തോ ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ സമയമോ പൈസയോ അങ്ങനെ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല, മറിച്ച് ചെറിയ രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് സമയമായിട്ടോ പൈസയായിട്ടോ എങ്ങനെയായാലും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ല ലാഭം കൊയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബിസിനസ്സാണ്. അതായത് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് കാണിക്കുന്നത്, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം. അപ്പോൾ അതിന് എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ, ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട്, അതിന് എന്തെങ്കിലും വഴികൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അധികം വലിയ ചാലഞ്ചസ് ഒന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അതേസമയം പ്രോസ്പെരിറ്റി, സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യത്തിലും ഒത്തിരി നിങ്ങൾ പ്രാധാന്യം നൽകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുന്ന സിറ്റുവേഷൻ. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ സ്പൗസിനും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആരാണോ അവർക്കും ഒത്തിരി ഉയർച്ച, അതായത് ഫാമിലിയായിട്ട് മൊത്തത്തിലൊരു സക്സസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണത് ഫാമിലിയായിട്ടും. അപ്പോൾ ഫാമിലിയിലും ഒരു സാമ്പത്തിക നേട്ടം മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതുകൊണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർച്ചയായിട്ടാണ് കാണിക്കുക. ഈ ഒരു ഉയർച്ച നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ ബാങ്കിലൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ളൊരു മാസമാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സെലിബ്രേഷൻ്റെ സമയം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രൊമോഷൻ ചാൻസസ് വളരെ കൂടുതലാണ്. പ്രൊമോഷൻ ടെസ്റ്റൊക്കെ ചെയ്തിരിക്കുന്നവരോ അല്ലെങ്കിൽ അതുപോലെ നെക്സ്റ്റ് ആ ഒരു ഇതിലേക്ക് ചാൻസസ് ഉള്ളവർക്കൊക്കെ സാധ്യതകളുണ്ട്. അതായത് നേരത്തെ ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഡിസംബറിലേക്ക് കാര്യങ്ങൾ വരേണ്ടുന്നവർ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബറിൽ തന്നെ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന ഒരു സിറ്റുവേഷൻ ആവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ 3 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 ഓഫ് സോർഡ്സ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇതെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആളുകൾ വരാം. അപ്പോൾ നിങ്ങൾ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ എടുത്ത് കയ്യിൽ പൈസ ഉണ്ട് എങ്കിൽ അതെടുത്ത് ഇങ്ങനെ വെറുതെ കൊടുക്കരുത്. അതെന്താണ് ഏതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യം, ഇനി ഉറപ്പുള്ള കാര്യമാണെങ്കിലും ഫാമിലി ബാക്കിയുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതെങ്ങനെയാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അത് ആ ഒരു ഇടപാട് നല്ലതാണോ, ഇതൊക്കെ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ആളുകൾ മറ്റ് വഴികളിലൂടെ ധനം സമ്പാദിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതായത് അറിയപ്പെടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറിയപ്പെടുന്ന ആ ഒരു ഇതിലല്ലാതെ, അല്ലെങ്കിൽ പൊതുവെ ഗവൺമെൻറ് റിലേറ്റഡ് സെക്ടറോ അല്ലെങ്കിൽ പാർഷ്യലി ഗവൺമെൻറ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അങ്ങനെയുള്ള ഇതിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈവൻ പ്രൈവറ്റ് ആണെങ്കിൽ പോലും
ചിന്തിക്കുക ഏതാണ് എന്താണെന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസം പൊതുവെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തൃപ്തി ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.